ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ നെല്ലിയാമ്പതിയിലെ ചില മനോഹര കാഴ്ചകളാണ്. അപ്പം നമുക്കെല്ലാവർക്കും കൂടെ നെല്ലിയാമ്പതിയിലേക്ക് പോകാം. ഞങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് യാത്ര തിരിച്ചത് പാലക്കാട് നിന്ന് രാവിലെയാണ് യാത്ര തിരിച്ചത്. പാലക്കാട് ജില്ലയിലെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് നെല്ലിയാമ്പതി. അപ്പം റോഡിന് ഇരുവശമുള്ള കാഴ്ചകളാണ് ഇത്. അപ്പോൾ ഈ പാലക്കാട് നിന്നൊരു 60-65 കിലോമീറ്ററോളം ദൂരമുണ്ട് നെല്ലിയാമ്പതിയിലേക്ക്. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലുലു മാൾ, പാലക്കാട് വന്ന ലുലു മാളാണിത്. അങ്ങനെ എന്താ പറയണ്ടേ, കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെല്ലിയാമ്പതിയിലേക്ക്. പിന്നെ പാലക്കാട് ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിറയെ പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങൾ, മനോഹരമായ ഒരു കാഴ്ചയാണ്. അതാണ് ഈ വഴിയോര കാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയണ്ടേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഊട്ടുപുര റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇവിടെയുള്ള ഒരു ഹോട്ടലാണിത്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച അവിടുത്തെ ആ ഹോട്ടലിൻ്റെ ഉൾവശമാണിത്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഓക്കെ, ഞങ്ങൾ അവിടുന്ന് എന്താ പറയണ്ടേ, ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പം നമ്മൾ സൈഡിൽ കാണുന്നത് കണ്ടോ, മനോഹരമായ മലകളൊക്കെ ദൃശ്യമാവുന്നുണ്ട്. അപ്പം വളരെ ഭംഗിയായിട്ട് നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ നമ്മളിങ്ങനെ നെല്ലിയാമ്പതിയിൽ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ ഞങ്ങളെ കാത്തിരിക്കുന്ന 2 അതിഥികളാണിത്. വളരെ സന്തോഷം തോന്നുന്നു. കാടിനെ തൊട്ടറിയുന്നത് പോലെ തന്നെയാണ് ഈ അനുഭവം. എന്താ പറയണ്ടേ, അപ്പോൾ അങ്ങനെ എന്താ പറയണ്ടേ, നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റ്. അപ്പോൾ ഈ വലിയ മലയൊക്കെ അതിൽ പെടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എന്താ പറയണ്ടേ, അങ്ങനെ ഞങ്ങൾ ഇവിടെ വ്യൂ പോയിൻറ്റിൽ വാഹനം നിർത്തിയിട്ട് കാഴ്ചകൾ കാണുകയാണ്. ഞങ്ങളെ കാത്തിരിക്കുന്ന അതിഥിയാണിത്, ഞങ്ങളുടെ കൂട്ടുകാരൻ. കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇവർക്ക് എന്താ പറയണ്ടേ, ആളുകളെ കണ്ടാലൊന്നും ഓടിപ്പോവും ഒന്നുമില്ല കേട്ടോ. അവർക്ക് സ്ഥിര പരിചയമാണ്. ഇവിടെ ഒത്തിരി പേരുണ്ട്, ഒത്തിരി കുരങ്ങന്മാരുണ്ട്. അപ്പോൾ ഈ സൂം ചെയ്ത് കാണിക്കുന്നതാണ് പോത്തുണ്ടി ഡാമാണിത്, ഈ സൂം ചെയ്ത് കാണുന്നത്. ഓക്കെ, അങ്ങനെ എന്താ പറയണ്ടേ, ഇത് കണ്ടോ, ഈ മലയൊക്കെ ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതിൻ്റെ താഴ്വാരങ്ങളിലൊക്കെ ഇടതൂർന്ന് വളർന്നിരിക്കുന്ന ഈ വനങ്ങളും ഒക്കെ എന്താ പറയണ്ടേ, അത്രയ്ക്കും വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടറിയണം, അതാണ് പറയുന്നത്. അത്രയ്ക്കും മനോഹരമാണ്. ഓക്കെ, ഇത് കണ്ടോ, വീണ്ടും പോത്തുണ്ടി ഡാമാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇടതൂർന്ന വനങ്ങളും ഒക്കെയാണ് 2 സൈഡിലും കാണാനുള്ളത്. എന്താണ് പറയേണ്ടത്, അത്രയ്ക്കും എന്താ പറയേണ്ടത്, അനുഭവമാകുന്ന ഒരു കാഴ്ച. നല്ല ഫ്രഷ് അങ്ങനെ കാടിനെ അറിഞ്ഞുകൊണ്ട്, നെല്ലിയാമ്പതിയെ അറിഞ്ഞുകൊണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്ന ഒരനുഭവമാണ്. പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ നമ്മളെങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതേപോലെ, അതേ അറ്റ്മോസ്ഫിയറും അതേ ഇത് തന്നെ. ക്ലൈമറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ലൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റും ഇതും ഒക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഈ മനോഹാരിത എന്ന് പറയുന്നത് നമ്മളിത് ഇവിടെ വന്നിട്ട് മാത്രം നമുക്ക് അനുഭവിക്കാനുള്ളതാണ് ഈ സംഭവം. പ്രകൃതിയെ ശരിക്കും പ്രകൃതിയുടെ മിടിപ്പുകൾ നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. അത്രയ്ക്കും എന്താ പറയണ്ടേ, സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് ഈ നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. അപ്പം എന്താ പറയണ്ടേ, മനസ്സിനെ റീചാർജ് ചെയ്തിടണം എന്ന് പറയല്ലേ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തിടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്താ പറയണ്ടേ, ഇവിടെ വന്ന് ഇതനുഭവിക്കണം. മനസ്സിനെ റീചാർജ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അത്രയ്ക്കും ഒരു അനുഭവം തന്നെയാണ്. ഇത് കണ്ടോ, വീണ്ടും വനങ്ങൾ. നെല്ലിയാമ്പതിയുടെ ആ ഒരു തനിമ, എന്താ പറയണ്ടേ, പ്രകൃതി എന്ന് പറയുന്നത് തന്നെ ഈ നിബിഡ വനങ്ങളാണ്. ഇഷ്ടംപോലെ വനങ്ങളുണ്ട് ഇവിടെ, മരങ്ങളും ഒക്കെ ചേർന്ന ഒരു എന്താ പറയണ്ടേ, സുന്ദരമായ ഒരു പ്രകൃതിയാണിത്. അപ്പം അങ്ങനെ എന്താണ് ഞങ്ങൾ ഇവിടെയാണ് എന്താ പറയണ്ടേ, വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ കാഴ്ചകൾ കാണാൻ പോകുന്ന സ്ഥലം.
ഇവിടെയാണ് ഇത് കണ്ടോ, ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ തനതായ സാധനങ്ങൾ ലഭിക്കുന്ന ഇവിടെ സ്ട്രോബെറിയും പിന്നെ എന്താണ് അവക്കാഡോ ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവക്കാഡോയും 2 സ്ട്രോബെറി തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെ ആവുമെന്നറിയില്ല, എന്നാലും പിന്നെ എന്താണ് ഞങ്ങൾ യാത്ര തുടരുകയാണ് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ 2 സൈഡിലും വീണ്ടും എന്താ പറയണ്ട മരങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ഈ ഇത് കണ്ടോ, ഞങ്ങളുടെ 2 കൂട്ടുകാർ ഇവിടെ വന്ന് പോസ് ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെയാണ് അവരിവിടെ. അവർക്ക് ഭയങ്കര എന്താ പറയണ്ട ഒരു പേടിയില്ലാതെ അവരുടെ സ്വൈര്യവിഹാര കേന്ദ്രമാണ് ഈ നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഓക്കെ, നെല്ലിയാമ്പതിയിലെ കണ്ടോ പോസ് ചെയ്തിരിക്കുന്ന കണ്ടോ. അപ്പം പോത്തുണ്ടി ഡാമിൽ നിന്നുള്ള ഒരു പോത്തുണ്ടി വ്യൂ പോയിൻ്റാണിത്. അവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്പം അതാണ്. അപ്പോൾ ആളുകളൊക്കെ ഇവിടെ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുകയും കാഴ്ചകൾ കാണുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ നിന്നിട്ടാണ്. കണ്ടോ. അപ്പം ഇതാണ് കണ്ടോ, പോത്തുണ്ടി ഡാം വ്യൂ പോയിൻ്റാണിത്. അതാണ് കണ്ടോ. അപ്പം സീതാർകുണ്ട് വ്യൂ പോയിൻ്റാണ്. ഓക്കെ. അപ്പോൾ അതാ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പിന്നെ ഇവിടെ എന്താ പറയണ്ടേ കാഴ്ചകൾ കാണാൻ വേണ്ടി കണ്ടോ. പിന്നെ ഒരു ഫാമിലി ആയിട്ട് ഇരിപ്പുണ്ട്. ഇവർക്ക് ഇതാ പറഞ്ഞത്, ഇവരുടെ ഒരു വലിയ വിഹാര കേന്ദ്രം, സ്വൈര വിഹാര കേന്ദ്രമാണിത്. ഇവിടെ എത്ര പേരെ വേണമെങ്കിലും ഇതുപോലെ കാണാൻ പറ്റും. ഇവരിങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഇവരിങ്ങനെ വളരെ സന്തോഷമായിട്ടിങ്ങനെ ടൂറിസ്റ്റുകളുടെ അടുത്തൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകും. ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം കഴിക്കും. അങ്ങനെ കണ്ടോ, സീതാർകുണ്ട് വ്യൂ പോയിൻ്റിൽ നിന്നുള്ള കാഴ്ചയാണ്. കണ്ടോ, അടുത്ത് വന്നിരിക്കുന്ന കണ്ടോ. അപ്പം അതൊക്കെയാണ് കാഴ്ചകളാണ്. പിന്നെ വീണ്ടും എന്താ പറയണ്ടേ, തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ നെല്ലിയാമ്പതിയുടെ പ്രത്യേകതയാണ് മനോഹരമായ തേയിലത്തോട്ടങ്ങൾ, പിന്നെ കാപ്പിത്തോട്ടങ്ങൾ, ഓറഞ്ച് തോട്ടങ്ങളും മാവും തോട്ടങ്ങൾ, ഇതൊക്കെ നെല്ലിയാമ്പതിയുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ നന്നായിട്ടുണ്ടാകുന്ന എന്താ പറയണ്ടേ വിളകളാണിതൊക്കെ. അത് ഏറ്റവും ഭംഗിയായിട്ടും നമുക്ക് കാണാൻ പറ്റും. 2 വശത്തും തേയിലത്തോട്ടവും കാര്യങ്ങളും, കാപ്പിത്തോട്ടം, ഓറഞ്ച് തോട്ടം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പച്ചപ്പും ഈ മനോഹാരിതയും ഈ പ്രകൃതിയുമാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അത് അനുഭവമാക്കണമെങ്കിൽ നേരിട്ട് നെല്ലിയാമ്പതിയിലേക്ക് വരിക, അനുഭവിച്ച് തിരിച്ചു പോവുക. അതാണ്. പിന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ച സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂ നമുക്ക്. ഈ രീതിയിലൊക്കെയാണ് ഒരു ഗ്രാമീണതയിലൊക്കെ ഇരുന്നുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കൃഷി ചെയ്തിരിക്കുന്ന പോത്തുണ്ടി ഡാമിലെ എന്താ പറയണ്ടേ പച്ചക്കറി കൃഷികളാണ് ഈ കാണുന്നത്. അപ്പോൾ കണ്ടോ, ഓറഞ്ച് പോത്തുണ്ടി ഡാമിലെ ഓറഞ്ച് ഫാമാണിത്. ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നുണ്ടോ, നിറച്ച് കായ്ച്ച് കിടക്കുന്ന കാഴ്ചയാണ്. ഇതൊക്കെ ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് ഇത് കാണുന്നത്. ഇത് ഫാമുണ്ട് ഇവിടെ. ഫാമിലേക്ക് ഞാൻ പോയിട്ടില്ല, പക്ഷേ ഇത് ഒരു ഓറഞ്ച് കായ്ച്ചിരിക്കുന്ന കാഴ്ചയാണിത്. ഫാമായിട്ടുണ്ട്. പിന്നെ ഇത് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നിറയെ മരങ്ങൾക്കിടയിൽ ഒരുക്കിയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ ഒരു വിശ്രമ കേന്ദ്രമാണിത്. താഴെ സെൽപ്പോളിനൊക്കെ വിരിച്ചിട്ട് നിറച്ച് മരങ്ങളാണ് ഇവിടെയുള്ളത്. മാവുകളും അങ്ങനെയൊക്കെയാണ്. ഓക്കെ. മാവും തോട്ടം തന്നെ നെല്ലിയാമ്പതിയിലെ ഒരു പ്രത്യേകതയാണ്. മാവും തോട്ടം ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഹൈഡ്രാഞ്ചിയ, ഗാർഡനിൽ ഹൈഡ്രാഞ്ചിയ പൂത്ത് നിൽക്കുന്നതാണ്. നമ്മുടെ ഇവിടെയുള്ള ഹൈഡ്രാഞ്ചിയയുടെ കൊലകൾക്ക് ഇത്ര വലുപ്പം ഉണ്ടാവില്ല. പിന്നെ ഇത് കണ്ടോ, ഗാർഡനാണിത്. നെല്ലിയാമ്പതിയിലെ ഗാർഡനാണിത്. അപ്പം അത് പിന്നെ കണ്ടോ, ഇലച്ചെടിയാണിത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നിറച്ച് ചുമന്ന കളറായിട്ട് നല്ല ചുമപ്പിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു എന്താ പറയണ്ടേ പൂച്ചെടിയാണിത്. നല്ല രസമാണ് ഒന്നിച്ച് കാഴ്ച. പിന്നെ പൂത്ത് നിൽക്കുന്ന കാണാൻ. പൂത്ത് മീൻസ് ഇലയാണ്. പിന്നെ കേശവമ്പാറ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ
പാറ കാണാൻ വേണ്ടി യാത്ര ചെയ്തിരുന്ന സ്ഥലമാണ്. അപ്പോൾ അത് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എന്താ പറയണ്ടേ, ഈ ഇരുവശവും നല്ല കാടുകളാണ്. അപ്പോൾ ആ കാടുകൾക്കിടയിലൂടെയാണ്, കാടുകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നത്. അവിടുത്തെ എന്താ പറയണ്ടേ, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് താന്നി മരങ്ങളാണ്, വളരെ ഹൈറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന താന്നി മരങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളിങ്ങനെ എന്താ പറയണ്ടേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രണ്ട് വശവും കാടിനെ അറിഞ്ഞുകൊണ്ട്. കണ്ടോ, ഞങ്ങളിങ്ങനെ കേശവൻപാറ എത്തിയിട്ടുണ്ട്. ഇതാണ് കേശവൻപാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പം വളരെ വലിയൊരു പാറയാണ്. അപ്പോൾ അത് കണ്ടോ, പോത്തുണ്ടി ഡാമാണ് ആ കാണുന്നത്. കേശവൻപാറ എന്ന് പറയുന്ന എങ്ങനെയാണ് ആ പേര് വന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും കേശവൻ വന്നു കാണുമായിരിക്കും, അങ്ങനെയായിരിക്കും, അറിയില്ല. പിന്നെ കണ്ടോ, കാടിൻ്റെ വശങ്ങളിലൊക്കെ നോ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് അധികം കയറി പോകാൻ പാടില്ല. പിന്നെ ഇതാ കാടിൻ്റെ ഹൃദയത്തിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വശവും കാടാണ്. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേശവൻപാറ കഴിഞ്ഞിട്ട്. പിന്നെ ഇത് പോത്തുണ്ടി ഡാം കാണാനുള്ള ഒരു സെറ്റപ്പാണ്. മുകളിലേക്ക് കയറി പോകാം, ഞങ്ങളങ്ങോട്ട് മുകളിലോട്ട് കയറിയിട്ടില്ല. പിന്നെ ഇത് ഗാർഡൻ കണ്ടോ, ഇങ്ങനെയുള്ള റൈഡുകളൊക്കെ ഉണ്ട് ഗാർഡനിൽ. കുട്ടികൾക്കുള്ളതുമുണ്ട്, എല്ലാവർക്കും ഉള്ളതുമുണ്ട്, മുതിർന്നവർക്കുള്ളതുമുണ്ട്. അപ്പം അതാണ്, അങ്ങനെ നെല്ലിയാമ്പതിയിലേക്കുള്ള അനുഭവം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പം വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയണം, കൂടെ എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ലിപി.